നമ്മളിപ്പോൾ കാറ് പ്രാക്ടീസ് ചെയ്യുമ്പം നമ്മൾ ഈ ആക്സിലേറ്റർ വച്ച് ക്ലച്ച് എടുക്കണമെന്ന് പറയാറുണ്ട്. അഡ്വാൻസ് ആക്സിലേറ്റർ കൊടുത്താണ് എടുക്കേണ്ടത്. ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് അഡ്വാൻസ് ആക്സിലേറ്റർ കൊടുത്ത് ക്ലച്ച് എടുക്കുന്നത്? അല്ല, ഒരു വണ്ടിയെ നിർത്തിയെടുക്കുന്ന എല്ലാ സന്ദർഭങ്ങളിലും ഏത് കൊടുത്ത് വേണം എടുക്കേണ്ടത്? കാരണം വണ്ടി നിർത്തിയിട്ട് എടുക്കുകയാണ്. അപ്പം നമ്മൾ ആ ക്ലച്ച് ഹാഫ് ക്ലച്ചിന് തൊട്ട് മുമ്പ് ഏത് വയ്ക്കണം? ആക്സിലേറ്റർ. ഹാഫ് ക്ലച്ചിന് അറിയാമല്ലോ, വണ്ടി അനങ്ങി തുടങ്ങുന്ന ഭാഗം. എന്തുകൊണ്ട് ക്ലച്ച് താഴെ നിന്ന് ഉയരുന്നതിന് മുമ്പേ ആക്സിലേറ്റർ കൊടുത്ത് വയ്ക്കുന്നില്ല? അങ്ങനെ കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലച്ച് പ്ലേറ്റ് എന്നൊരു സംഭവമുണ്ട്. അതുപോലെ ക്ലച്ച് റിലീസ് ബെയറിംഗ് എന്നൊരു സംഭവം എന്നുണ്ട്. പ്രഷർ പ്ലേറ്റ് എന്നൊരു സംഭവമുണ്ട്. ഈ സംഭവങ്ങളെല്ലാം അധികമായി തേയ്മാനം സംഭവിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ക്ലച്ച് മൂവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ആക്സിലേറ്റർ കൊടുത്തു വയ്ക്കണം എന്ന് പറയുന്നത്. പല കുട്ടികളും ആ കൊടുക്കുന്ന ആക്സിലേറ്റർ അങ്ങ് ഓവറായി പോകും. അപ്പോൾ ഈ ഓവറാകുമ്പം അതുപോലെ കാലം എടുത്തണം. അപ്പോൾ ഇത് നമ്മൾ ഡ്രൈവിങ്ങിൻ്റെ തുടങ്ങിയ സമയത്ത് നമ്മൾ ആ തെങ്ങിൻ്റെ ആ ഭാഗത്തുള്ള ഒരു കയറ്റം നമ്മൾ ആക്സിലേറ്റർ കൊടുത്ത് കയറിയത് ഓർമ്മിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അവിടെ മുതലാണ് ആക്സിലേറ്റർ കൊടുത്ത് പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ പഠിപ്പിച്ചത്. അപ്പം ഫസ്റ്റ് ഗിയറിലും അതുപോലെ സെക്കൻഡ് ഗിയറിലും വണ്ടി എടുക്കുന്ന എല്ലാ സന്ദർഭങ്ങളിലും ഹാഫ് ക്ലച്ച് എത്തുന്നതിന് തൊട്ട് മുമ്പ് ആക്സിലേറ്റർ ക്രമപ്പെടുത്തി വച്ചുകൊണ്ട് നമ്മൾ സ്പീഡ് ഏതിൽ കൺട്രോൾ ചെയ്യണം? ക്ലച്ച്. അപ്പോൾ വണ്ടിയെ നിർത്തിയെടുക്കുമ്പോൾ എപ്പോഴും വണ്ടി മൂവ് ചെയ്യുമ്പോൾ ക്ലച്ചിനെ ഒരു പോയിൻ്റ് നമ്മൾ ചവിട്ടണം. ഈ ഒരു പോയിൻ്റ് ചവിട്ടെന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്തായിരിക്കും പറയണത് അളിയ മറ്റവൻ കയറിയില്ല എന്ന് പറഞ്ഞാൽ ഒരാളിൻ്റെ കാല് വെളിയിൽ കിടക്കുന്നേ ഉള്ളവൻ ഡോർ അടച്ചില്ല. അപ്പോൾ നമ്മൾ ഒറ്റ എടുപ്പാണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ കാലും വലിച്ചടച്ചുകൊണ്ടുപോകും. അപ്പോൾ നമ്മൾ അവിടെ വണ്ടി മൂവ് ചെയ്യുമ്പോൾ ഒരു പോയിൻ്റ് ക്ലച്ച് ചവിട്ടിയാൽ പറയുക ആൾ കയറാനുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രിക്കോഷൻ എടുക്കാനോ അല്ലെങ്കിൽ പറയുക ഒരു വണ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് അപ്പോഴും നിർത്താനോ ഒക്കെ കഴിയും. അപ്പോൾ എപ്പോഴും വണ്ടി മൂവ് ചെയ്യുന്നതിൽ, ട്രെയിൻ മൂവ് ചെയ്യുന്നതിൽ വളരെ സാവധാനത്തിലായിരിക്കണം. അപ്പോൾ അവിടെ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ക്ലച്ചിനെ ഒരല്പം ചവിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ വണ്ടി മൂവ് ചെയ്യും. അത് കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റേജ്. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ക്ലച്ചിനെ അനങ്ങി തുടങ്ങുമ്പോൾ ഒരു പോയിൻ്റ് ചവിട്ടി നിർത്തി ഓടിക്കുന്നതിനെയാണ് ക്ലച്ചിൻ്റെ ഫസ്റ്റ് ലെവൽ എന്ന് MGN മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഈ ഒരു മെത്തേഡിലാണ് തിരക്കുള്ള റോഡുകളിലെല്ലാം നമ്മൾ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ക്ലച്ചിൽ നിന്ന് സാവധാനം കാല് ഉയരുന്നതനുസരിച്ച് ആക്സിലേറ്റർ കൊടുത്ത് എന്ത് വരുത്തണം? സ്പീഡ് വരുത്തണം. അപ്പോൾ പല കുട്ടികളും ഈ സമയത്ത് അവർ ആക്സിലേറ്റർ കൊടുക്കില്ല. അവർ പറയുന്നത് അവരുടെ മനസ്സിനകത്ത് പേടിയെന്നാണ്. അപ്പോൾ ആ പേടി മാറണമെങ്കിൽ ആക്സിലേറ്റർ കൊടുത്താലേ കഴിയുള്ളൂ. അപ്പോൾ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് എന്താണോ പഠിപ്പിക്കുന്നത് അതുപോലെ നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക അത്യന്താപേക്ഷിതമാണ്. എന്നാൽ മാത്രമേ നിങ്ങളെ ഇൻസ്ട്രക്ടർ പറയുന്നത് പോലെ അല്ലെങ്കിൽ നിങ്ങളെ ഇൻസ്ട്രക്ടർ വിചാരിക്കുന്ന പോലെ നിങ്ങളിലൊരു മാറ്റം വരുള്ളൂ. പകരം ആ ഒരു ക്ലാസ്സിനെ ഒഴിവായിക്കൊണ്ട് നിങ്ങൾ സ്വയം ചില ഐഡിയകൾ മനസ്സിൽ കാണുമ്പോൾ അത് ക്ലാസ് പരാജയപ്പെടാനേ കാരണമാവുള്ളൂ. അപ്പോൾ എപ്പോഴും ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും നിർത്തിയെടുക്കുമ്പോൾ ആക്സിലേറ്റർ വച്ച് വേണം ക്ലച്ച് എടുക്കേണ്ടത്. മൂവ് ചെയ്യുന്ന ഭാഗത്ത് ക്ലച്ചിനെ പിടിച്ച് വെച്ചോണം. അവിടെ വച്ച് വണ്ടിയുടെ സ്പീഡ് കൂടുന്നെങ്കിൽ ഒരു പോയിൻ്റ് നമ്മൾ ക്ലച്ചിനെ ചവിട്ടണം, ഒരു പോയിൻ്റ് നമ്മൾ ക്ലച്ച് എടുക്കണം സ്പീഡ് കൂടുന്നെങ്കിൽ. ഈ സമയമെല്ലാം ഒരുപോലെ ഇരിക്കണം? ആക്സിലറേറ്റർ. എക്സാമ്പിൾ, നമ്മൾ ഇപ്പോൾ കാരേറ്റിൽ നിന്ന് വന്ന് നഗരൂർ ജംഗ്ഷനെത്തി അവിടെ നിന്ന് റൈറ്റ് കിളിമാനൂർ പോവുകയാണ്. അപ്പോൾ ഇത് ഏത് റോഡും സങ്കല്പിക്കാം. അപ്പോൾ അവിടെ ചെറിയ ഒരു കയറ്റമുള്ള റോഡാണ്. അപ്പോൾ നമ്മൾ ആ ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പേ വണ്ടിയെ ബ്രേക്ക് ചെയ്ത് സ്ലോ ചെയ്ത് ബ്രേക്കിനോടൊപ്പം ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയർ ഇട്ടതിന് ശേഷം നമ്മളെ കാലെവിടെ കൊണ്ടുപോകണം? ആക്സിലേറ്ററിൻ്റെ പുറത്ത് വയ്ക്കണം. അപ്പോഴത്തേക്ക് നമ്മൾ ജംഗ്ഷൻ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ക്ലച്ച് ഹാഫ് ക്ലച്ചിന് താഴെ എത്തുമ്പം ഏത് ഇരപ്പിച്ച് വയ്ക്കണം? ആക്സിലേറ്റർ. ആ ആക്സിലേറ്ററിൻ്റെ ഇരപ്പ് നമ്മൾ കേൾക്കണം. പക്ഷേ നമ്മൾ കേൾക്കുന്നതിനേക്കാൾ ഇരപ്പ് കൂടിപ്പോകുന്നെങ്കിൽ സൈഡിൽ നിൽക്കുന്ന ഓട്ടോറിക്ഷക്കാരും കാൽനട യാത്രക്കാരൊക്കെ നമ്മൾ നോക്കും എവിടെ നിന്നാണ് ഇരപ്പ് വരുന്നത്. അപ്പോൾ ആ ഇരപ്പ് അവർ നോക്കുന്നതല്ല, നമ്മുടെ വാഹനത്തിന് അത്രമാത്രം തേയ്മാനം സംഭവിക്കുന്നു. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഓടിക്കുന്ന നമ്മൾ മാത്രം കേൾക്കത്തക്ക രീതിയിൽ ആക്സിലേറ്റർ ക്രമപ്പെടുത്തി വച്ചാൽ നിങ്ങൾക്ക് ക്ലച്ച് ചവിട്ടിയെടുത്തും അടിപൊളിയായിട്ട് ഏത് ജംഗ്ഷൻ വേണോ പാസ് ചെയ്യാൻ കഴിയും. പകരം ഡ്രൈവിംഗ് പഠിക്കുന്ന കുട്ടികൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവിടെ എത്തുമ്പോൾ പരമാവധി ആക്സിലേറ്റർ കുറച്ചിട്ട് ക്ലച്ചിൽ നിന്ന് മാത്രം കാലെടുക്കും. അപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് തുടങ്ങിയെന്ന് പഠിച്ചു. നമ്മളിരിക്കുന്ന എൻജിൻ എന്ന് പറയുന്നത് MPFI എൻജിനാണ്. അത് മൾട്ടി ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റമാണ് ഈ വണ്ടിയിലുള്ളത്. അതിന് ഹൈ സ്പീഡ് എൻജിനാണ്. അതുകൊണ്ട് ആക്സിലേറ്റർ കൊടുത്തില്ലെങ്കിലും വണ്ടി പോകും. പക്ഷേ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ആക്സിലേറ്റർ കൊടുത്ത് ക്ലച്ച് കൺട്രോൾ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ക്രിട്ടിക്കൽ ഏരിയയിലും വണ്ടി ഓടിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞത് ആക്സിലേറ്റർ കൊടുത്ത് ക്ലച്ച് എടുക്കേണ്ട സന്ദർഭങ്ങൾ ഏത് എന്നാണ്. അപ്പോൾ ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലുമാണ്. അത് എവിടെയൊക്കെയാണ് എന്നുള്ള കേസും ഞാൻ പറഞ്ഞു കഴിഞ്ഞു.
അത് കഴിഞ്ഞ് സെക്കൻഡ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ തേർഡ് ഗിയർ ഇട്ടു, തേർഡ് ഗിയറിൽ നിന്ന് ഫോർത്ത് ഗിയർ ഇട്ടു. ഈ 2 ഗിയർ ഇടുമ്പോഴും ഗിയർ ഇട്ടതിന് ശേഷം ക്ലച്ചിൽ നിന്ന് നമ്മൾ ആദ്യം കാലെടുക്കണം. ക്ലച്ചിൽ നിന്ന് കാല് പയ്യെ സാവധാനത്തിൽ, ഒരെടുപ്പല്ല, പകുതിയിൽ നിർത്തി പയ്യെ എടുത്തിട്ട് അതിനനുസരിച്ച് എന്ത് കൊടുത്ത് സ്പീഡ് വരുത്തണം? ആക്സിലേറ്റർ കൊടുത്ത് സ്പീഡ് വരുത്തണം. അപ്പോൾ തേർഡ് ഗിയർ ആയിരുന്നു, സ്പീഡ് വരുത്തി തേർഡ് ഗിയർ ഇട്ടു. അല്ലെങ്കിൽ നമ്മൾ തേർഡ് ഗിയറിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, സ്പീഡ് വരുത്തി തേർഡ് ഗിയർ ഇട്ടു. തേർഡ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ ക്ലച്ചിൽ നിന്ന് സാവധാനം കാലെടുക്കണം. സാവധാനം, വെരി ഇമ്പോർട്ടൻറ്റ്. സാവധാനം ക്ലച്ചിൽ നിന്ന് കാലെടുത്തിട്ട് ആ ഹാഫ് ക്ലച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഏത് കൊടുത്ത് സ്പീഡ് വരുത്തണം? ആക്സിലേറ്റർ. അപ്പോൾ അത് ഫോർത്ത് ഗിയർ ആണെങ്കിൽ നമ്മൾ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലും സെക്കൻഡിൽ നിന്ന് തേർഡിലും മാറ്റിയതുപോലെ മാക്സിമം സ്പീഡ് കൊടുത്ത് സ്പീഡ് വരുത്തേണ്ട. പകരം ആ റോഡിനനുസരിച്ച് എങ്ങനെയാണോ ഓടിക്കേണ്ടത് അങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കണം. ഫോർത്ത് ഗിയറിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ വണ്ടിയുടെ സ്പീഡ് കുറയുന്നു എന്ന് തോന്നിയാൽ നമ്മൾ ബ്രേക്കിനോടൊപ്പം ക്ലച്ചും ചവിട്ടി മീഡിയം സ്പീഡാണെങ്കിൽ ഏത് ഗിയറിലോട്ട് മാറ്റണം? തേർഡ് ഗിയറിലോട്ട് മാറ്റണം. തേർഡ് ഗിയറിലോട്ട് മാറ്റിയിട്ട് സാവധാനം ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് ആക്സിലേറ്ററിൽ തൊട്ട് ആക്സിലേറ്റർ കൊടുത്ത് സ്പീഡ് വരുത്തണം. സ്പീഡ് വരുത്തിയിട്ട് വീണ്ടും പെട്ടെന്ന് എന്ത് ചെയ്യണം? ക്ലച്ച് ചവിട്ടി ആക്സിലേറ്റർ കുറയ്ക്കണം. ഏത് ഗിയറിലോട്ട് മാറ്റണം? ഫോർത്ത് ഗിയർ. വീണ്ടും ഫോർത്തിലോട്ട് തിരിച്ചു വന്നു. അങ്ങനെ പൊയ്ക്കുന്നത് ഫ്രണ്ട് ക്ലിയർ അല്ലാതായി. ബ്രേക്ക് ചെയ്തു, ബ്രേക്കിനോടൊപ്പം ക്ലച്ചും ചവിട്ടി വണ്ടിയുടെ സ്പീഡ് 10 കിലോമീറ്റർ സ്പീഡിനായി. 10 കിലോമീറ്റർ സ്പീഡായാൽ ആ കുറഞ്ഞ സ്പീഡിൽ നിന്ന് സ്പീഡ് സ്റ്റെപ്പപ്പ് ചെയ്യാൻ ഫോർത്ത് ഗിയറിന് കഴിയില്ല. അപ്പോൾ നമ്മൾ ഏത് ഗിയറിലോട്ട് മാറ്റണം? സെക്കൻഡ് ഗിയർ. അപ്പോൾ ഫോർത്തിൽ നിന്ന് നമ്മൾ സെക്കൻഡ്. ആദ്യം എന്താക്കണം? ന്യൂട്രലാക്കണം. ന്യൂട്രൽ. അപ്പോൾ ഏത് ഗിയറിൽ നിന്ന് ഏത് ഗിയർ ഇടുമ്പോഴും ആദ്യം നമ്മൾ എന്താക്കണം? ചില കുട്ടികൾ ഫോർത്തിൽ കിടന്ന് പിടിയോട് പിടിയാണ്, ഇളകി വരില്ല. കാരണം ഇളകി വരാൻ റൂട്ടുണ്ട്. ഗിയറിൻ്റെ ഡയഗ്രാം നമ്മൾ മറ്റൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ കൊണ്ട് വന്നിട്ട് സ്റ്റിയറിങ്ങുമായിട്ട് പിന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് തള്ളി പിറകോട്ടിട്ടാലേ ഏത് ഗിയർ വീഴുള്ളൂ? സെക്കൻഡ് ഗിയർ. അപ്പോൾ അവിടെ നമ്മൾ ബ്രേക്ക് ചെയ്ത് സ്ലോ ചെയ്തു, സെക്കൻഡ് ഗിയർ ഇട്ടു. സെക്കൻഡ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ പകുതിയിൽ നിർത്തി സാവധാനം ക്ലച്ച് എടുക്കണം. ഏത് കൊടുത്ത് സ്പീഡ് വരുത്തണം? എന്നിട്ട് വീണ്ടും ഏത് ഗിയറിലോട്ട് മാറണം? തേർഡ് ഗിയർ. ഇതുപോലെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഡ്രൈവിങ്ങിൻ്റെ കേസിൽ ഇത്തരം പ്രാക്ടീസുകൾ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ഇത്തരം പ്രാക്ടീസുകൾക്കുള്ള എല്ലാ സംവിധാനങ്ങളും ഡ്രൈവിംഗ് സ്കൂളിൽ അവൈലബിൾ ആണ്. നമ്മൾ അതെല്ലാം ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് പഠിക്കുന്ന ഓരോ കുട്ടികളുടെയും ഉത്തരവാദിത്വം. അപ്പോൾ ഇവിടെ നമുക്ക് ആകെ 30 ദിവസത്തെ ക്ലാസ്സുകളേ ഉള്ളൂ. ഈ 30 ദിവസത്തെ ക്ലാസ്സിനകത്ത് നിങ്ങളെ പഠിപ്പിക്കുന്നതിനാവശ്യമായ എല്ലാ സെറ്റപ്പുകളും ഇവിടെ അവൈലബിളാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കാലുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഉപകരണത്തിനെ കുട്ടികൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി അതിൻ്റെ മെഷർമെൻറ്റ് സ്കെയിൽ ഉൾപ്പെടെ ക്ലച്ചും ആക്സിലേറ്ററും ക്രമപ്പെടുത്തി വെച്ചേക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഗോൾഡൻ ചാൻസുകളാണ്. ഇതിനെ നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ഇത് ഒരു 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്. അപ്പോൾ ഇവിടെ ആ ഒരു പെട്രോൾ എഞ്ചിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്, ഫയറിംഗ് നടക്കുന്നത്, എങ്ങനെയാണ് ഇത് 4 സ്ട്രോക്ക് എന്ന് പറയുന്നത്, എങ്ങനെയാണ് വാൽവുകൾ ഓപ്പൺ ആവുന്നത്, ക്ലോസ് ആവുന്നത്, ഇതെല്ലാം നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്ന സംഭവങ്ങളാണ്. അതുപോലെ സ്റ്റിയറിംഗ് തിരിക്കാൻ അറപ്പുള്ള കുട്ടികൾക്ക് ഇഷ്ടംപോലെ സ്റ്റിയറിംഗ് തിരിക്കാനും തിരിച്ചിരിക്കാനുള്ള ഗോൾഡൻ ചാൻസുകൾ അവൈലബിളാണ്. അതുപോലെ ഗിയർ ലിവറിൽ ഈ ഒരു ഡയഗ്രാം അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ നമുക്ക് ഗിയർ ബോക്സിനകത്ത് കാണാൻ പറ്റില്ല. പക്ഷേ ഈ ഡയറക്ഷനിൽ ഗിയർ വീഴുള്ളൂ. അപ്പം പഠിക്കുന്ന കുട്ടികൾ ഈ ചിത്രം മനസ്സിൽ പതിച്ച് കഴിയുമ്പോൾ കറക്റ്റ് ഫോർത്ത് സെക്കൻഡ് ഞാൻ കറക്റ്റ് ഫോർത്തിൽ നിന്ന് ന്യൂട്രലാക്കി ആ ന്യൂട്രൽ പൊസിഷൻ വഴിയേ ഗിയർ പോവുള്ളൂ. അപ്പോൾ ഏത് ഗിയർ എന്ന് പറഞ്ഞാലും ന്യൂട്രലോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എല്ലാം അടിപൊളിയാവും. ഇതാണ് കാര്യം. ഓക്കെ.